കഴിഞ്ഞ ദിവസം ലോക്സഭ ഒരു അസാധാരണ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. പലപ്പോഴും നോവലുകളും കഥകളുമൊക്കെ അടിസ്ഥാനമാക്കി എംപിമാർ ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ അവതരിപ്പിക്കുമ്പോൾ വൻ കയ്യടി നേടാറുണ്ട്. എന്നാൽ ഒരു പടി കൂടി കടന്ന് ഇവിടെയും അടിച്ചു കയറി വന്നിരിക്കുകയാണ് ഷാഫി പറമ്പിൽ എംപി. വൻ വിജയം നേടിയ ബ്ലസ്സിയുടെ പൃഥ്വിരാജ് ചിത്രം ആടുജീവിതം വിവരിച്ചുകൊണ്ടായിരുന്നു വിമാന കമ്പനികളുടെ യാത്രാ നിരക്ക് കൊള്ളയ്ക്കെതിരെ ഷാഫി സ്വകാര്യ പ്രമേയം അവതരിപ്പിച്ചത്. സിനിമയുടെ കഥ കേട്ടിരുന്ന സ്പീക്കർ ഓം ബിർളയുടെ കണ്ണ് നിറഞ്ഞുപോയി. മലയാളികളുടെ നജീബ് അങ്ങനെ സഭയിലും താരമായപ്പോൾ സ്പീക്കർക്ക് ഇടപെടാതിരിക്കാൻ കഴിഞ്ഞില്ല. വിമാന നിരക്ക് വർധനയ്ക്കെതിരെ ഷാഫി പറമ്പിലിന്റെ പ്രമേയത്തിൽ നടപടിയെടുത്ത വിമാന കമ്പനികളുടെ യോഗം വിളിക്കാൻ സ്പീക്കർ ഉടൻ തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിനോട് ആവശ്യപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച ചോദ്യോത്തരവേളയിൽ വിഷയമുന്നയിച്ച ഷാഫി പറമ്പിൽ വെള്ളിയാഴ്ച സ്വകാര്യ പ്രമേയമായും ഇതുന്നയിച്ചപ്പോഴാണ് സ്പീക്കർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സ്പീക്കറുടെ നിർദ്ദേശം മാനിക്കുമെന്ന് മന്ത്രിസഭയ്ക്ക് ഉറപ്പ് നൽകിയതോടെ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെടുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. വിമർശനം കടുക്കുമ്പോഴും നിരക്ക് കൊള്ള അവസാനിപ്പിക്കാൻ വിമാന കമ്പനികൾ തയ്യാറാകുന്നില്ല. ശനിയാഴ്ചത്തെ എയർ ഇന്ത്യ കൊച്ചി ദുബായ് AI 933 വിമാനത്തിൽ വെറും 4 സീറ്റുകൾ ബാക്കി കിടക്കുമ്പോൾ 19,062 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. എന്നാൽ അതേ വിമാനത്തിൽ ഓഗസ്റ്റ് 31 7 സീറ്റുകൾ ബാക്കിയുള്ളപ്പോൾ 77,543 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതെങ്ങനെയാണ് നീതീകരിക്കാനാകുകയെന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു. ഒരു വിമാന കമ്പനിയല്ല, എല്ലാ വിമാന കമ്പനികളും ഇതാണ് ചെയ്യുന്നത്. ഗൾഫിലെ പ്രവാസികൾ ഭൂരിഭാഗവും സമ്പന്നരല്ലെന്നും ഭക്ഷണത്തിനും താമസത്തിനും പോലും പ്രയാസപ്പെടുന്നവരാണെന്നും ഷാഫി ഓർമ്മിപ്പിച്ചു. അവരിൽ പലരും മാതാപിതാക്കളുടെ ചികിത്സയ്ക്കും മക്കളുടെ സ്കൂൾ പഠനത്തിനും ഗൾഫിൽ കഴിയുന്നവരാണ്. വ്യാഴാഴ്ച മന്ത്രി നൽകിയ മറുപടി ജനങ്ങൾക്ക് ചില പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് അവർ കാത്തിരിക്കുകയാണെന്നും ഷാഫി പറഞ്ഞതോടെ വിഷയത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെട്ടു. ഈ വിഷയത്തിൽ വിമാന കമ്പനികളെ വിളിച്ച് ചർച്ച നടത്തണമെന്ന് സ്പീക്കർ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അതിന് തയ്യാറാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ലോക്സഭയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ വിമാന നിരക്കിലെ അനിയന്ത്രിതമായ വർധനവിനെ സംബന്ധിച്ച് വിശദമായ പ്രത്യേക അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഷാഫി പറമ്പിൽ അവതരിപ്പിച്ച സ്വകാര്യ പ്രമേയത്തെ പിന്തുണച്ച് NK പ്രേമചന്ദ്രനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ വിമാന കമ്പനികൾ ഈടാക്കുന്ന നിരക്ക് പകൽ കൊള്ളയ്ക്ക് സമാനമാണ്. ഗൾഫ് യാത്രികരെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളുടെ നടപടി നിയന്ത്രിക്കാൻ ശക്തമായ സംവിധാനം ഉണ്ടാകണം. അനിയന്ത്രിതമായുണ്ടാക്കുന്ന വിമാന നിരക്ക് നിയന്ത്രിക്കാനും പരിശോധിക്കാനും അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ള സംവിധാനത്തിന് രൂപം നൽകണം. ഇതിനായി എയർക്രാഫ്റ്റ് നിയമം ഭേദഗതി ചെയ്യണമെന്നും പ്രേമചന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തു.